ഹലോ, വെൽക്കം ബാക്ക് ടു വീനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പച്ചയത്തയ്ക്ക തോരൻ വെക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഞാനൊരു ശകലം തേങ്ങ മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ള, എണ്ണ ഒട്ടും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ വിലയുള്ള സമയമായതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചവെള്ളത്തിലോട്ടാണ് ഇടുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുത്തതിന് ശേഷമാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ചീനിച്ചട്ടിയിലോട്ട് ഞാൻ വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വല്പം വെള്ളവും ഒഴിച്ച് സ്വല്പം ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് സ്വല്പം തേങ്ങയും ഇട്ട് ഒരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ മുളകൊക്കെ പിടിച്ചെടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് 50 രൂപയുടെ മുളക് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വഴുതണവും വെണ്ടയൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ വാങ്ങിക്കുന്ന പയറുമൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷിനങ്ങനെ വാങ്ങിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവക്കായിട്ടിന്ന് കുറച്ച് മുളക്, എരിവുള്ള നല്ല മുളകായത്, നല്ല എരിവുള്ള മുളക്, ഇത് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. കുറച്ചൊക്കെ എൻ്റെ പച്ചക്കറികളൊക്കെ കുറേ നശിച്ചു പോയി. കാരണം മരങ്ങളൊക്കെ വന്ന് വെട്ടിയിട്ട് കമ്പുമൊക്കെ വന്ന് വീണ് കുറേ നശിച്ചു പോയി. ഇനി കുറച്ചൊക്കെ ഉണ്ട്, വഴുതണമൊക്കെ ഉണ്ട്. പച്ചമുളക് ഇപ്പം ഈ മഴയായപ്പോൾ അങ്ങനെ പിടിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി മുളകുണ്ട്. മഴയായിട്ടും കുറേ മുളക് പിടിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. Sitting in the basement apartment I rented with you, remembering the holiday. എല്ലാ സൈസ് മുളകും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു സൈസാണ്. ഇതിനകത്തൊക്കെ തോനെ പിടിക്കുന്ന സൈസ് മുളകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ എല്ലാ സൈസും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലല്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ചിക്കിത്തൂത്തി ഇളക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.